സത്യത്തിൽ ഇവിടെ നടക്കുന്നത് ഒരു വലിയ ആ, ഒരു ഫോബിയ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ലീഗിനൊന്നും കൊടുക്കാൻ പാടില്ല. ലീഗ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ മാറാട് ആവർത്തിക്കും. ആരാണ്? മാർക്സിസ്റ്റ് പാർട്ടിയാണ് പറയുന്നത്. അതുപോലെ ലീഗ് വിദ്യാഭ്യാസം എടുത്തു കഴിഞ്ഞാൽ ഇനിയും മുസ്ലിങ്ങൾക്ക് മാത്രമേ സ്കൂളുകൾ കിട്ടൂ. ലീഗ് ഉപമുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്നത് ലീഗായിരിക്കും. ഇതിനൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഷാഡോ ഗവൺമെൻറ് പോലെ ആയിരിക്കും പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം ഭയപ്പാട് സൃഷ്ടിച്ച് ഇവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ലീഗ് നിശബ്ദത പാലിച്ചാൽ പോലും ആ നിശബ്ദതയിൽ നിഗൂഢതയുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് ഒരു വലിയ ഹെയ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമാക്കി മുസ്ലിം ലീഗിനെ മാറ്റുന്നു എന്നുള്ളതിൻ്റെ ഭാഗമാണ്. അത് ഒരു ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തെ ലീഗുമായി കൂട്ടിച്ചേർത്ത് വെക്കാനാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇനി ലീഗിൻ്റെ ഓരോ ചലനങ്ങളും ഇവർ പുറത്തു നിന്നുകൊണ്ട് വിമർശിക്കാൻ തുടങ്ങും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ഇപ്പം സർവേ റിപ്പോർട്ട് കണ്ട് ഇപ്പോൾ ആക്സിസ് മൈ ഇന്ത്യയുടെയൊക്കെ സർവേ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ 26% വരുന്ന മുസ്ലിം ജനവിഭാഗത്തിൻ്റെ 61% പേരുടെ പിന്തുണയും ഇക്കുറി UDF ആയിരിക്കുന്നതാണ് കാണുന്നത്. മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏതാണ്ട് +17 ആണ് ശതമാനം വർധന. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകളുടെ കാര്യത്തിൽ അതേപോലെ തന്നെ ഒരു വർധന കാണുന്നുണ്ട്. അപ്പം ഇതെങ്ങനെയാണ്? ഇതൊരു ന്യൂനപക്ഷ ഏകീകരണം എന്ന വ്യാഖ്യാനമുണ്ട്. അതേസമയം മുൻകാലങ്ങളിൽ UDF ഉണ്ടായിരുന്ന പിന്തുണ സമുദായ സംഘടനകളുടെയൊക്കെ പിന്തുണ തിരിച്ചു കിട്ടുന്നതാണെന്ന് പറയുന്നുണ്ട്. അതിലെല്ലാം ഉപരി ചിന്തിക്കുന്ന ജനങ്ങൾ പൊതുവിലെടുത്തൊരു തീരുമാനത്തെ ഇങ്ങനെ കളത്തിൽപ്പെടുത്തുന്നതാണോ? ശരിക്കും എന്താ ഞങ്ങൾ പറയുന്നത്? ഇവിടെ മതേതരത്വ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നതാണ്. അതാണ് ശരിയായ പ്രയോഗം എന്ന് പറയുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന മതേതര വിശ്വാസികളുടെ വികാരം വ്രണപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഇങ്ങനെ വിഷം ചീറ്റുന്ന ആളുകളോട് അവർക്ക് ഒരു തരത്തിലും യോജിപ്പില്ല. അത് ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് എന്ന് തെളിയിക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം.